ഹലോ, വെൽക്കം ടു മൈസിയാസ് യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട പോലെ 2025 ഒരു പ്ലാൻ ഉണ്ടാക്കലാണ്. ഓക്കെ, പ്ലാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപ് ആ പ്ലാനിനെ പറ്റിയിട്ട് എന്താണ് പ്ലാൻ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് സംസാരിക്കലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 2025 നമുക്ക് എന്തൊക്കെയോ അച്ചീവ് ചെയ്യണം. ഈ 2024 പോയതുപോലെ അല്ല 2025 എൻ്റെ പോകാൻ പോകുന്നത്. ഞാനത് ശരിക്കൊന്ന് ജീവിക്കാനും നേടിയെടുക്കാനും തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സുറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇത് തുടർന്ന് കേൾക്കാൻ. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈനാണ്, എങ്ങനെയാണ് പ്ലാനിങ് നമ്മൾ നടത്താൻ പോകുന്നത് എന്നുള്ളൊരു ഔട്ട്ലൈൻ മാത്രമാണ് തരുന്നത്. ഈ ഔട്ട്ലൈൻ നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഡിയോ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ പശ്ചാത്തലമായിരിക്കും നമ്മുടെ ലൈവ് വരുന്നത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നമ്മളതനുസരിച്ചിട്ടായിരിക്കും ലൈവ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗോൾസ് തന്നെയാണ് അല്ലേ. നമുക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ട് 2025. എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളാണ് അല്ലേ. അപ്പോൾ അതിനെ നിങ്ങൾ ഒരു പുസ്തകത്തിലേക്ക്, ഒരു പുസ്തകം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. അത് എഴുതിയ ബുക്കിൻ്റെ ബാക്കിയായാലും കുഴപ്പമില്ല, പക്ഷെ ഫ്രഷ് ആയിട്ടൊരു പേജിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്തെല്ലാം ഗോൾസാണ്, പലതരത്തിലുള്ള ഗോൾസ് നമുക്കുണ്ട്. കരിയർ വൈസ് ഉണ്ട്, റിലേഷൻഷിപ്പ് വൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗോളുകളുണ്ട് അല്ലേ. പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. ആ ലക്ഷ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒരു മനുഷ്യനെയും കാണിക്കേണ്ട, ഒരു മനുഷ്യനും വായിക്കാൻ നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾ സ്വയം ആ മനസ്സിലുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു ഡ്രീംസ് ആണെങ്കിലും, അയ്യോ ഇതൊക്കെ ഒരു ഡ്രീമായിട്ട് എഴുതാൻ പറ്റുമോ, ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു ക്ലയൻറ്റ്, അദ്ദേഹത്തിന് ഡെയിലി 4 വീലറിൽ യാത്ര ചെയ്യണം എന്നുള്ളതൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതായത് അദ്ദേഹത്തിന് വണ്ടിയുണ്ട്, കാറുണ്ട് വീട്ടിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് നോക്കിയിട്ട് അദ്ദേഹം കാറിൽ യാത്ര ചെയ്യാനായിട്ട് താല്പര്യപ്പെടാറില്ല. പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമാണ് കാറിൽ ഡെയിലി പോകണം, എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എൻ്റെ കാറിൽ ചെന്ന് ഇറങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതൊക്കെ ഒരു ഗോളായിട്ടും ലക്ഷ്യമായിട്ടൊക്കെ വെക്കാൻ പറ്റുമോ? കാരണം എനിക്ക് ഓൾറെഡി കാറുണ്ട്, ഞാൻ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമാണ്, പക്ഷേ എനിക്ക് എന്തോ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അതൊരു ലക്ഷ്യമല്ലേ, അതൊരു സ്വപ്നമല്ലേ നമ്മുടെ. അതുപോലും നമ്മൾ ഈ ഒരു പേപ്പറിലേക്ക് പകർത്തുക. എൻ്റെ സ്വപ്നമാണ് എൻ്റെ സ്വന്തം കാറിൽ ഞാൻ പോയി ഇറങ്ങുക എന്നുള്ളത്. അതായത് അവിടെ നമുക്ക് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റാണ്. പെട്രോൾ അടിക്കണം, അതിനുള്ള പൈസ വെറുതെ സ്പെൻഡ് ചെയ്ത് ഒത്തിരി പൈസ ചിലവാകും എന്നുള്ള ഭയമാണ് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത് അല്ലേ. അപ്പോൾ അതുവരെ നമുക്ക് ലക്ഷ്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിലൊക്കെ എങ്ങനെയാണോ നമുക്കതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ ആദ്യം എഴുതുക. ഇനി രണ്ടാമത്തത്, ഞാനൊരു വീഡിയോയിൽ മൈൻഡ് മാപ്പിങ്ങിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ ഓരോ ഗോളും നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. അതായത് ഗോളിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം. മൈൻഡ് മാപ്പിങ്ങിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ഗോളിനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഉള്ള ഗോള് പാർട്ട്ണറിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജോലി റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം റിലേറ്റഡ് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, മക്കളെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ജോബ് ഗോൾ, റിലേഷൻഷിപ്പ് ഗോൾ, പാരൻറ്റിങ് ഗോൾ, മണി ഗോൾ, ലൈഫ് ഗോൾ, അങ്ങനെ എന്തെല്ലാം ഭാഗങ്ങളിലാണോ നിങ്ങളുടെ ഗോൾസ് വരുന്നത് അങ്ങനെ ഓരോ കോളംസ് ആക്കിയിട്ട് തിരിക്കുക. അല്ലെങ്കിൽ ഓരോരോ ഹെഡിങ്ങിൻ്റെ അടിയിലേക്ക് നിങ്ങളുടെ ഈ ഗോൾസിനെ നിങ്ങൾ ഇടുക. എന്നിട്ട് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജാനുവരി മുതൽ നമ്മൾ അച്ചീവ് ചെയ്ത് തുടങ്ങേണ്ട, നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങേണ്ട ഒരു റീസൺ, ഒരു ഗോൾ എന്താണ് എന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഗോൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കോളംസ് ഓർ ഹെഡിങ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും ആദ്യം എന്ത് നേടണം, മനസ്സിലായി. ഇപ്പോൾ അതായത് എനിക്ക് 2 മാസത്തിനുള്ളിൽ എൻ്റെ 10 കിലോ കുറയ്ക്കണം എന്നാണ് എൻ്റെ ഗോളെങ്കിൽ അത് ഞാൻ ജാനുവരി ഫെബ്രുവരിക്കുള്ളിൽ അത് തീർത്തിരിക്കണം അല്ലേ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ചെയ്താൽ മതി എന്നുള്ളതല്ല. അപ്പോൾ ജാനുവരി ഫെബ്രുവരിക്കുള്ളിൽ എന്ന് പറയുമ്പോൾ
നിയറസ്റ്റ് 2 മന്ത് ആണ് അല്ലേ? അപ്പം നമ്മുടെ ഏറ്റവും ആ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിന് പ്രയോറിറ്റി കൊടുക്കാം. മറ്റ് ഗോളിനേക്കാൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കാം. കാരണം നമ്മൾ ആദ്യമേ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചോ മറ്റുള്ളവരുടെ വിഷൻ അനുസരിച്ചിട്ടോ അല്ല. നമ്മുടെ വിഷൻ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഗോളാണ് അല്ലേ? അപ്പം നമ്മളോട് തന്നെ ചോദിച്ചിട്ടാണ് നമ്മളത് ചെയ്യുക. എന്നിട്ട് ഈ പ്രയോറിറ്റൈസ് ചെയ്ത ഗോളുകൾക്കെല്ലാത്തിനും നിങ്ങൾ മൈൻഡ് മാപ്പ് ചെയ്യുക. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത ഗോളിന് മൈൻഡ് മാപ്പ് ചെയ്യുക. മൈൻഡ് മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗോള് നടുക്ക് ഒരു റൗണ്ട് വരച്ചിട്ട് എഴുതുക. എന്നിട്ട് സൂര്യനെ പോലെ കുറച്ച് രശ്മികൾ നമ്മൾ വരയ്ക്കില്ലേ സൂര്യൻ വരയ്ക്കുമ്പോൾ, അതുപോലെ കുറച്ച് ലൈൻസ് നിങ്ങൾ ആ സർക്കിളിന് ചുറ്റും വരച്ചിട്ട് വീണ്ടും ആ ലൈൻസിൻ്റെ നേരെ നിങ്ങൾ ഓരോ സർക്കിൾസ് വരയ്ക്കുക. ആ സർക്കിൾസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതായത് എന്തൊക്കെ റീസൺസ് ആണ് ഈ ഗോളിലേക്ക് നിങ്ങൾ എത്താനായിട്ട്, അല്ലെങ്കിൽ ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട്, എന്തെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കൺസേൺസ് അബൌട്ട് ദിസ് ഗോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് ടു ഫേസ് ദിസ്, ഇത് ടു അച്ചീവ് ദിസ്, നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ തരണം ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു പോയിന്റ്സ് ആക്കി നിങ്ങൾ എഴുതുക. വീണ്ടും അതിൽ നിന്ന് ഓരോ ലൈൻസ് പോയിട്ട് ഓരോ സർക്കിളിൽ നിന്നും ഓരോ ലൈൻസ് പോവുക, അതിനുള്ള പരിഹാരം അത് നിങ്ങൾ എഴുതുക. ഇത് മേ ബി ഒരു പെൻ പേപ്പർ വർക്ക് തന്നെയാണ്. എഴുതാനും നിങ്ങൾ കഷ്ടപ്പെടാനും തയ്യാറാണെങ്കിൽ മാത്രമാണ് ഈ 2025 പ്ലാനിങ്ങിൽ നിങ്ങൾ വന്നിട്ട് കാര്യമുള്ളൂ. എത്ര പേര് അതിന് 100% എഫേർട്ട് ഇടാൻ തയ്യാറാണോ അത്രയും പേരെ എൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പം അത്രയും നിങ്ങൾ പവറോടുകൂടി, വിൽ പവറോടുകൂടി നിങ്ങൾ വരിക. നാലാമത്തെ ഒരു കാര്യം, ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. ഇതെപ്പോൾ ചെയ്യണം, ഇതെപ്പോൾ തീർക്കണം, എപ്പോൾ തുടങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ ഓരോരോ സ്റ്റേജിൽ തീർക്കണം എന്നുള്ള ഒരു പെർഫെക്റ്റ് ഡെഡ് ലൈൻ നിങ്ങൾ ഓരോ ഗോളിനും ഡേറ്റ് അടക്കം എഴുതി വയ്ക്കുക. ജാനുവരി 30, 2025 ഞാനിത് തീർത്തിരിക്കും വിത്ത് ഗോഡ്സ് വിൽ. മനസ്സിലായി? ഇൻഷാ അല്ലാ ഞാനത് ചെയ്തിരിക്കും എന്നുള്ള ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തി അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ 2025 നിങ്ങളുടെ കയ്യിലായിരിക്കും. മനസ്സിലായോ? നമുക്ക് അൺഎക്സ്പെക്റ്റഡ്ലി സംഭവിക്കാവുന്നതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദ യൂണിവേഴ്സ്, ദ അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ശക്തിയുടെ ഇതുകൊണ്ട് നമുക്ക് എന്തും സംഭവിക്കാം. പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ സംഭവിക്കാം. പക്ഷെ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ഈ സ്വപ്നം കാണുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ ലൈനിൽ പോകണമെങ്കിൽ വി ഷുഡ് ഹാവ് ദാറ്റ് ഡെഫിനിറ്റ് ക്ലിയർ കട്ട് ഡെഡ് ലൈൻഡ് പ്ലാൻ അല്ലേ? ആ പ്ലാൻ നിങ്ങൾ സ്വരുക്കൂട്ടാനായിട്ട് റെഡി ആയിക്കോളൂ. ഈ ഓഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആവുക. അയ്യോ ഞാനിതിപ്പോൾ ചെയ്തിട്ട് എന്താ കാര്യം, എനിക്കിതൊന്നും സാധിക്കില്ലല്ലോ, എനിക്കത് ചെയ്യാനില്ല, എനിക്കിത് ചെയ്യാനില്ല, ഞാൻ എവിടെ നിന്നും തുടങ്ങിയിട്ടില്ല, ഞാൻ ഒന്നും ആയിട്ടില്ല, അങ്ങനെയുള്ള ചിന്തകളോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ട് സടകുടഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് വാ. നിങ്ങളെ കൈപിടിച്ച് ചേർത്ത് നിർത്താനും നിങ്ങളെ മുന്നോട്ട് നയിക്കാനും ഞാൻ തയ്യാറാണ്. സോ ഐ റിയലി വെൽക്കം യു ഓൾ ടു ദി പ്ലാനിങ് ഓഫ് 2025. ഞാനിത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം തന്നതാണ്. നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഒന്നും ചെയ്തു തുടങ്ങണ്ട. ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതിന് ഓരോന്നിനെയും പറ്റിയിട്ട്. എന്നിട്ട് മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാനും നിങ്ങളുടെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെയും ഒരു 2025 പ്ലാനർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം, ലക്ഷ്യങ്ങളെ നമുക്ക് നേടിയെടുക്കാം, സ്വപ്നങ്ങളിലൂടെ നമുക്ക് സാക്ഷാത്കരിച്ചുകൊണ്ട് ജീവിക്കാം. താങ്ക് യു സോ മച്ച്.